ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി ഫാർക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ അക്വേറിയങ്ങളിലും ഗപ്പി ടാങ്കിലൊക്കെ നമ്മൾ കാണുന്ന വാട്ടർ കാബേജ് എന്ന ജലസസ്യത്തെക്കുറിച്ചാണ്. നമ്മുടെ നാട്ടിലെ പുഴയിലും തോടിലും കുളങ്ങളിലൊക്കെ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു ചെടിയാണ് ഈ വാട്ടർ കാബേജ് എന്ന് പറയും. ഇതിന് വേറെ പല പേരുകളുണ്ട്. വാട്ടർ കാബേജ്, അതുപോലെ വാട്ടർ ലില്ലി, വാട്ടർ റോസ്, ഇങ്ങനെയൊക്കെയാണ് ഇത് പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ ചെടിക്ക് വളരെ നീളമുള്ള വേരുകളായതുകൊണ്ട് ഈ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഒളിച്ചിരിക്കാനായിട്ട് ഈ ചെടിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഗപ്പി പ്രസവിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ തള്ള കുഞ്ഞുങ്ങളെയൊക്കെ ഭക്ഷിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നീളമുള്ള വേരുകളൊക്കെ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇതിൻ്റെ വേരിൻ്റെ ഇടയിലൊക്കെ സുഖമായിട്ട് ഒളിച്ചിരിക്കാൻ പറ്റും. അതുകൊണ്ട് ഗപ്പി ടാങ്കിലൊക്കെ ഏറ്റവും അനുയോജ്യമായ ഒരു ചെടിയാണ് ഈ പറഞ്ഞ വാട്ടർ ലെറ്റസ് അല്ലെങ്കിൽ ഈ വാട്ടർ ക്യാബേജ് എന്ന് പറഞ്ഞ ചെടി. അതുപോലെ ടാങ്കിലൊക്കെ വെയിലടിക്കുന്നത് ഒരു പരിധി വരെ തടയാനായിട്ട് ഈ ചെടി നമ്മൾ സഹായിക്കുന്നുണ്ട്. ഇതിൻ്റെ വേരിലൊക്കെ ഒരുപാട് വേസ്റ്റ് അടിഞ്ഞു പോകും. അതൊക്കെ നമ്മൾ ചെറിയ ചെറിയ മീനുകൾ, ഗപ്പി പോലുള്ള മീനുകൾക്ക് ഒരുപാട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഈ ചെടി നമ്മൾ അക്വേറിയത്തിലും ടാങ്കിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അധികം അത് ടാങ്ക് തിങ്ങി നിറഞ്ഞ് അങ്ങനെ വെള്ളം കാണാത്ത രീതിയിലൊന്നും വളർത്താൻ നമ്മൾ ശ്രമിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വളർത്തി കഴിഞ്ഞാൽ വെള്ളത്തിൽ ഓക്സിജൻ്റെ അളവ് മീനൊക്കെ ചത്തു വാങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നമ്മളിത് അക്വേറിയത്തിലും ടാങ്കിലും നിറഞ്ഞ് കവിയാൻ അനുവദിക്കരുത്. എപ്പോൾ നിറഞ്ഞ് കവിയണ ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എന്തായാലും അത് പിറക്കിയെടുത്ത് മാറ്റി കളഞ്ഞേക്കണം. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് വീടിൻ്റെ പുറകിൽ തന്നെയുള്ള ഒരു പുഴയിലാണ്. ഈ പുഴ നിറച്ചും ഈ പായലിപ്പോൾ കിടക്കുകയാണ്. ഈ പായൽ നമുക്ക് ഇവിടുന്ന് ഒരെണ്ണം എടുത്തുകൊണ്ട് പോയിട്ട് ഒന്നോ രണ്ടോ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോയിട്ട് നമ്മൾ ഫിഷ് ടാങ്കിലോ അക്വേറിയത്തിലോ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇത് ആ ടാങ്ക് തിങ്ങി നിറയും. നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തോരം വീട്ടിൽ ഇത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാലും ചിലപ്പോൾ ഒന്നും ഇത് വളരാറില്ല. ചിലപ്പോൾ തന്നെ ഉണങ്ങി അത് ചീത്തയായി വെള്ളത്തിൽ അലത്ത് പോകാറുണ്ട്. കാരണം അത് വേറൊന്നുമല്ല, ഇത് നമ്മൾ കൊണ്ടുപോയിട്ട് നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം ഇത് ഇടാനായിട്ട്. നല്ല വെയിലുള്ള സ്ഥലം നോക്കി വേണം ഇത് വെക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ ഈ പുഴയിലോ അല്ലെങ്കിൽ തോട്ടിലേക്കുള്ള കുറച്ച് ചെളി വെള്ളത്തിൽ കൊണ്ടിടുക. അതല്ലെങ്കിൽ കുറച്ച് പച്ചച്ചാണകം കലക്കി ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നമ്മൾ ഈ ചെടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ ചെടി വളർന്നു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇന്നിപ്പോൾ വാട്ടർ കാബേജിന് നിരവധി ആവശ്യക്കാരുണ്ട്. കാരണം വീട്ടിൽ താമര, അമ്പലമൊക്കെ അസോളയൊക്കെ വളർത്തണ പോലെ തന്നെ നിരവധി ആളുകൾ വാട്ടർ കാബേജ് വളർത്തുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മിക്ക ഗാർഡനിലും അക്വേറിയം ഷോപ്പുകളിലും ഓൺലൈൻ മാർക്കറ്റിലൊക്കെ ഇത് ലഭിക്കണം. പുഴയോടും അതുപോലെ പാടത്തൊക്കെ ചേർന്ന് താമസിക്കുന്ന ആൾക്കാർക്ക് സുലഭമായിട്ട് ലഭിക്കുന്ന ചെടിയാണ്. അതല്ല നഗരത്തിലുള്ള താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് അക്വേറിയം ഷോപ്പ് അതുപോലെ ഓൺലൈൻ മാർക്കറ്റ് വഴിയൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഈ ചെടി ഇപ്പോൾ അക്വേറിയങ്ങളിലും ഗപ്പി ടാങ്കിലൊക്കെ ഭംഗിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. അതല്ലാതെ ഇതിന് വേറെ പല ഉപയോഗങ്ങളുണ്ട് ഗപ്പി ടാങ്കിലൊക്കെ ഇടുന്നതിൻ്റേതായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഗപ്പി ടാങ്കിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ അമോണിയയുടെ അളവ്, നമ്മൾ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ വേസ്റ്റ് അടിയിൽ വീണ് കഴിയുമ്പോൾ അതിൻ്റെ നിന്ന് അമോണിയ ആവാനുള്ള സാധ്യതയുണ്ട്. ആ അമോണിയ അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗപ്പികളൊക്കെ ചത്തുപോകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അളവ് ഒരു പരിധി വരെ ഈ ചെടി ഇതിലിടുന്നതുകൊണ്ട് കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഈ പുഴയിലേക്ക് നോക്കിയാൽ കാണാം ഒരുപാട് വാട്ടർ കാബേജ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പുറകിലൊരു ചീനവല ഇട്ടിട്ടുണ്ട്. ചീനവലയിൽ വാട്ടർ കാബേജ് തങ്ങി നമ്മൾ മീനൊക്കെ എടുക്കാൻ നേരത്ത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ ഇപ്പോൾ ഒരു മഞ്ഞ കളറിലെ ഇല്ലി വാങ്ങിയിട്ടേക്കാണ്. ആ ഇല്ലി നമ്മൾ മുകളിൽ ഇട്ടേക്കണോണ്ട്, വെള്ളത്തിൻ്റെ മുകളിൽ ഇട്ടേക്കണോണ്ട് ഒരുമാതിരിപ്പെട്ട ക്യാബേജൊക്കെ വാട്ടർ ക്യാബേജൊക്കെ സൈഡിൽ കൂടി ഒഴുകി അങ്ങോട്ട് പോവുകയാണ്. ഇങ്ങോട്ട് കയറില്ല, കാറ്റടിച്ച്. ഇവിടെ ഈ പുഴയിലൊരു വലിയ വഞ്ചി കിടക്കുന്നതാണ്. ഈ വഞ്ചി ഇത് മണലുകാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന വെച്ചാൽ വഞ്ചിയാണ്. ഇപ്പോൾ തല്ലിപ്പൊളിഞ്ഞ് കുറേ നാളായിട്ട് ഇവിടെ കിടക്കണതാണ്. ഒരു 10-20 വഞ്ചികൾ ഈ പുഴയിൽ കിടപ്പുണ്ടായിരുന്നതാണ്. ഇപ്പോൾ ഓരോ കൊല്ലവും ഈ ചെങ്ക സർവീസിന് വേണ്ടി ആൾക്കാർ വരും. ഇത് വെള്ളത്തിൽ നിന്ന് മുകളിൽ കയറ്റും, റിപ്പയർ ചെയ്യും.
എന്നിട്ട് അവർ വണ്ടി കയറ്റി ആ സ്ഥലത്തേക്ക്, ഏത് സ്ഥലത്താണോ ജങ്ക സർവീസ് ഉള്ളത് ആ സ്ഥലത്തേക്ക് കൊണ്ടുപോകണതാണ് പതിവ്. അതുപോലെ ഈ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാപ്പുഴ ആ ഭാഗത്താണ്. ഈ പുഴയിൽ ഇഷ്ടംപോലെ ആൾക്കാർ ചീനവല ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പായൽ ഇങ്ങനെ വന്ന് നടക്കുന്നത് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ ഒക്ടോബർ നവംബർ മാസമൊക്കെയാണ്. ഈ സമയത്താണ് ഈ പുഴകളിൽ ഏറ്റവും കൂടുതൽ കുളവാഴ, വാട്ടർ ലെറ്റസ്, അതേപോലെ ആമ്പൽ, താമര, അതേപോലെയുള്ള സംഭവങ്ങളൊക്കെ വന്നത്. ഇതൊക്കെ ആ ഒരു സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പുഴയിൽ നിന്ന് പോവുകയും ചെയ്യും. അതുവരെയുള്ളൂ ഈ പുഴയിലുള്ള ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പം ഞാൻ കുറച്ച് പായൽ ആ പുഴയിൽ നിന്ന് അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്ന് വീട്ടിൽ ഞാനൊരു വലിയ ബേസലിൽ കുറച്ച് ഗപ്പീനെ ഇട്ടിട്ടുണ്ട്. ആ ഗപ്പി ടാങ്കിലേക്ക് ഇട്ടേക്കാണ്. ഗപ്പി ടാങ്കിലേക്ക് പായലിട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായി. വെറുതെ പ്ലെയിനായിട്ട് കിടന്ന വെച്ച ഗപ്പി ടാങ്കാണ്. ഇപ്പോൾ നല്ല ഭംഗിയായി, കാണാൻ നല്ല ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇപ്പോൾ പൂച്ച, കാക്ക അതേപോലെയുള്ള ഗപ്പീനെ എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ ഇതും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇത് കുറഞ്ഞ് കിട്ടിയ ഗപ്പിക്കൊക്കെ പോയി ഇതിൻ്റെ ഇടയിൽ ഒളിച്ചിരിക്കുക. അതുപോലെ കുഞ്ഞുങ്ങൾക്കും ഇതിൻ്റെ ഇടയിൽ പോയി ഒളിച്ചിരിക്കുക, കാണാനും ഭംഗിയാണ്. ഇപ്പം ഞാൻ ഈ ടാങ്കിൽ ഇത് കൊണ്ടുവന്ന് ഇട്ടിട്ട് ഇതിൽ ചെളി ഇട്ടിട്ടില്ല. പുഴയിൽ ചെളിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഇതിപ്പോൾ ഇട്ടിട്ട് ഒരാഴ്ച ആയിട്ടുണ്ട്. പക്ഷേ ഞാനിതിൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച കുറച്ച് പച്ചച്ചാണാൻ കലക്കി ഒഴിക്കുന്നുണ്ട്. ആ കലക്കി ഒഴിക്കാത്തതിൻ്റെ ഒരു ക്ഷീണം ഈ പുഴയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ആ ക്ഷീണം ഇതിൽ കാണാനുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.